ടോക്കൺ നമ്പർ 1. നീയാ? അല്ല, വേറെ ആളാ. എന്തുവാടേ കൊണ്ടുവന്ന് നീട്ടി പിടിച്ചിരിക്കുന്നത്? ആപ്ലിക്കേഷൻസ്. എന്റെ കെയർ ഓഫിൽ ഈ ബാങ്കിൽ ഇട്ടിട്ടുള്ള മുഴുവൻ ഫിക്സഡ് ഡെപ്പോസിറ്റുകളും പിൻവലിക്കാനുള്ള ആപ്ലിക്കേഷൻസ്. ക്ലോസ് ചെയ്തിട്ട് ക്യാഷ് എടുക്കാം. ആദ്യം നീ അങ്ങോട്ട് മാറിയേ. മേടിച്ചോ. ചെക്ക് കൊടുത്ത് കാശ് മേടിക്കാനുള്ള മേടിച്ചോ. ഈ ബാങ്ക് ഇപ്പൊ പൊളിയും. ഇവിടെയുള്ള മുഴുവൻ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്റെയാ. അതെല്ലാം ഞാൻ പിൻവലിക്കാൻ പോവാ. എന്താന്ന്? നിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ അത്രയും നിനക്ക് പിൻവലിക്കണം. അത്രയല്ലേ ഉള്ളൂ? ഇങ്ങനെ കൊണ്ടുവയ്ക്കോ. നിന്റെ മുഴുവൻ ഫിക്സഡ് ഡിപ്പോസിറ്റുകളും കൊണ്ടുവയ്ക്കോ. അതോടെ നിന്നെ കൊണ്ടുള്ള തലവേദന തീരുമല്ലോ. എന്ത് കാര്യത്തിനാണ് കൊരങ്ങ നീ ആ തുളസിയുടെ പിന്നാലെ എന്ന് മാധവേട്ടന്റെ മുമ്പിൽ ചാടിക്കൊടുത്തത്? ഇനി നിന്റെ കൂടെ കണ്ട എന്റെ കഥ കൂടെ കഴിക്കുമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാ എങ്കിൽ കണക്കായിപ്പോയി. ഇടാ, നിന്റെ അമ്മായിയുടെ മകളെ എനിക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞല്ലേ ഇക്കണ്ട ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മുഴുവൻ നിന്റെ ഈ ഉണക്ക ബാങ്കിൽ എന്നെ കൊണ്ട് ഇടിച്ചത്. ഒടുക്കൻ ക്ഷമ നഷ്ടപ്പോ ഞാൻ കയറി മുട്ടി. ഇപ്പൊ സകലതും മുട്ടിയല്ലോ. നിന്നെ കൊണ്ട് ഡിപ്പോസിറ്റ് ഒക്കെ ഇവിടെ ഇടിപ്പിച്ച് എന്തിനാ? എനിക്ക് വേണ്ടിയാ? ഇടാ, ഇതൊക്കെ കാണിച്ച് മാധവേട്ടന് നിന്നെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു. ഒടുവിൽ മാധവേട്ടനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുമായിരുന്നു. ആ ഹൃദയഭാനു എത്ര നല്ല പയ്യൻ, എന്ത് റിച്ചാണ് അവൻ. നമുക്ക് നമ്മുടെ തുളസിക്ക് വേണ്ടി അവനെ ആലോചിച്ചാലോടെയെന്ന് നാശിപ്പിച്ചില്ലേ? അയ്യോ, ഇനി ഇപ്പൊ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യനും സാധ്യമല്ല. ബാലേന്ദ്ര, നിനക്ക് എന്റെ സോറി നിനക്ക് എന്റെ കാര്യം തന്നെ ഒന്ന് എടുത്തുകൂടായിരുന്നു? ഞാനും അവിടുത്തെ അമ്മും തമ്മിൽ പ്രേമത്തിലാണെന്ന് നിനക്കറിയാമല്ലോ. എന്നിട്ട് അവളെ ഒന്ന് കാണാനോ അവളുടെ പുറകെ നടക്കാനോ ഞാൻ ശ്രമിക്കാത്തെന്താ? പോകാത്തെന്താ? അത് മതി. നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ കല്യാണം പോലും മാധവട്ടം ക്യാൻസൽ ചെയ്ത് കളയും. അതാ പ്രേമം എന്ന് കേട്ടാ അത്രയ്ക്ക് വെറുപ്പാ മനുഷ്യൻ. എങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മുഴുവൻ ഇവിടെ തന്നെ കിടന്നാലോ? കിടന്നാൽ ഇൻട്രസ്റ്റ് കിട്ടും, അല്ലാതെ വേറെ ഒരു ഗുണവും ഞാൻ കാണുന്നില്ല. ആ ഇൻട്രസ്റ്റ് നീ കൊണ്ട് ചുട്ട് എന്ന്. ഈ കാര്യത്തിൽ നിന്റെ ഇൻട്രസ്റ്റ് എനിക്ക് വേണ്ടത്. എനിക്ക് ഇൻട്രസ്റ്റ് ഇട്ടായിട്ട് എന്താ കാര്യം? നിന്റെ ഈ ചതഞ്ഞ മുഖം പച്ച കുത്തിയതുപോലെ മാധവട്ടന്റെ മനസ്സിൽ പതിഞ്ഞു പോയില്ലേ? എങ്കിൽ ഒരു ഐഡിയ ചെയ്താലോ? പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഈ മുഖത്തിന്റെ ഷേപ്പ് ഒന്ന് മാറ്റിയാലോ? അതിന് നീ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മാധവൻകുട്ടി ചേട്ടന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കൊടുത്താൽ മതി. ഈ മുഖത്തിന്റെ ഷേപ്പ് അങ്ങനെ മാറ്റിക്കൊള്ളും. പോടാ, നീ ഫിക്സഡ് ഡിപ്പോസിറ്റും ഒക്കെ പിൻവലിച്ച് ആ കാശും കൊണ്ട് കുറച്ചാൾ ഒളിവിൽ താമസിക്കും. ഇനി അങ്ങനെ മുമ്പിൽ ചെന്ന് അടി ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി തൊലയ്ക്കരുത്. അതിന് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളൊക്കെ പിൻവലിക്കുന്ന ആര് പറഞ്ഞു? മാത്രമല്ല അഡീഷണൽ ആയിട്ട് ഞാൻ കുറച്ച് എമൗണ്ട്സ് ഇടുന്നുണ്ട്. എത്ര? ഓക്കെ ഓക്കെ. എവിടെ പോണ? ഇവിടെ വാടി, മതം കയറി എരുമേ പടി. നിനക്ക് ആരെങ്കിലും കണ്ണും കൈയും കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്റെ വീട്ടിൽ മതി. ഇവിടെ വന്ന് എന്റെ കുട്ടികളെ എടുക്കാക്കണ്ട. ആരെ വേണമെങ്കിലും കണ്ണും കൈയും കാണിച്ചോ, എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ അതിനുള്ള സ്ഥലം ഇതല്ല, മനസ്സിലായോ? എടി, നീ ഒറ്റ ഒരുത്തില്ല ഇക്കണ്ട പൂവാലന്മാരെ മുഴുവൻ എന്റെ വീടിന് മുമ്പിൽ കൊണ്ടിരുന്നു. നിന്റെ ഈ അളിഞ്ഞ സ്വഭാവം എങ്ങനെ എന്റെ പിള്ളേരിൽ കുത്തിവെക്കാൻ നോക്കിയാലുണ്ടല്ലോ. ഓക്കെയോ? എടി പോവാൻ. അങ്ങോട്ടോടൊപ്പം ഇങ്ങോട്ട് പോവാൻ. എന്താ എന്താ നീ വിളിച്ചത്? നീ ഒന്നും വിളിച്ചില്ലേ? നീ ഹിറ്റ്ലർ എന്ന് വിളിച്ചില്ലേ? ഹിറ്റ്ലർ. കിണുങ്ങല്ലേ കിണുങ്ങല്ലേ കിണുങ്ങല്ലേ. അയ്യോ ഇല്ല മാധവേട്ടാ, സത്യമായിട്ട് ഞാൻ വിളിച്ചില്ല. ഹിറ്റ്ലർ ഞാൻ കേട്ടിട്ട് പോലുമില്ല. ആരായി ഹിറ്റ്ലർ? നിർത്തറി, ഒറ്റ ബീക്കിയാൻ വെച്ച് വന്നാൽ. അയ്യോ എന്റെ കണ്ണ്, എന്റെ കണ്ണ് പോയി. അതിന് കൈ കണ്ണിലൊന്നും കൊണ്ടില്ലല്ലോ. ഇല്ല കൊണ്ടില്ല, എന്റെ കണ്ണ് കുത്തി കളഞ്ഞിട്ട്. അയ്യോ എവിടെ? ഞാൻ നോക്കട്ടെ. നോക്കട്ടെ എന്നല്ലേ പറഞ്ഞു? തുള്ളാതെ ഇങ്ങോട്ട് കാണിക്കുന്നേ. നോക്കട്ടെ എന്നല്ലേ പറഞ്ഞു? കിടന്ന് ചാടല്ലേ ഇവിടെ.
ബാലേന്ദ്ര അയാളെ വരുന്നുണ്ടാ. ആര്? ആ ഹിറ്റ്ലർ എത്തി. അയാളുടെ കണ്ണി പെടുന്നതിന് മുമ്പ് എവിടെങ്കിലും പോയി ഒളിക്കടാ. ഇങ്ങോട്ട് താഴെ ഇറങ്ങണം. അതിലെവിടെയും വഴിയുണ്ടോ? അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങോട്ട് ഇതാരും മാധവേട്ടനോ? എന്താ മാധവേട്ട വിശേഷിച്ച്? ഏതാടാ ഇവൻ? ഇത് നമ്മുടെ ഹൃദയഭാനുവല്ലേ? അതെ, ഹൃദയഭാനു തന്നെ. ഇവനിപ്പോ എവിടാണാവോ? ഇവനെ ഇപ്പൊ എന്റെ വീടിന്റെ വാതകം ഓടിച്ചു കളയലാണ് എന്റെ പ്രധാന പണി. 2 പ്രാവശ്യം ഇവൻ എന്റെ ഇന്ന് രക്ഷപ്പെട്ടു. ഇനി ഇവനെ അങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എവിടെ അവന്റെ വീട്? ഇവന്റെ വീടും അഡ്രസ്സും ഒക്കെ എനിക്ക് ഉടനെ വേണം. മാധവേട്ടന് നാത്തോട്ടിരുന്നോ? ഞാനൊന്ന് തപ്പിയെടുക്കണം. വേഗം തപ്പിയെടുക്കണം. എടാ നീ കാരണം ഡെപ്പോസിറ്റ് ഇടാൻ ഞാൻ 3 ലക്ഷം 4 ലക്ഷം. ഓക്കെ ഓക്കെ, സൂക്ഷിച്ചിരുന്നോണേ. താങ്ക് യു. ഹലോ. ഹലോ, മിസ്റ്റർ ബാലേന്ദ്രനില്ലേ? ഉണ്ടല്ലോ. ആരാ? ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ഗേൾ ഫ്രണ്ട്. വേറെന്തെങ്കിലും അറിയണോ? മര്യാദയ്ക്ക് ഫോൺ ബാലേന്ദ്രന് കൊടുക്കണം മിസ്റ്റർ. ഏതാടാ ഈ പെണ്ണ്? ഇത് നമ്മുടെ സിൽക്ക് സ്മിതയല്ലേ മാധവേട്ട? എന്നാ അവളെ നിന്നെ വിളിക്കുന്നു. എന്നെ? സിൽക്ക് സ്മിതയോ? എന്തിന്? ഹലോ, ആരാ? ഇത് ഞാനാ ബാലേട്ടാ, അമ്മ. ഏതാ കാട്ടാളൻ? ഏത്? ഫോൺ എടുത്തത്. അയാൾക്ക് ഞാൻ ആരാ എന്താന്നൊക്കെ അറിയണം. ഞാൻ നല്ലോണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതാ അയാള്? അത് എന്റെ ഒരു ചേട്ടനാണ്. പേര് മാധവൻകുട്ടി ചേട്ടൻ എന്ന് പറയും. അയ്യോ. ഹലോ 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 അല്ല മാധവേട്ട, മാധവേട്ട ദേവി, ഇത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇത് മാധവേട്ടൻ വിചാരിക്കുന്ന പോലെയുള്ള പെണ്ണുങ്ങളൊന്നും അല്ല. വേണമെങ്കിൽ ആരായിരുന്നു ഞാൻ പറയാം. പക്ഷെ മാധവേട്ടൻ അവളോട് പോയി ദേഷ്യപ്പെടരുത്. നിന്നെ ഇത് വേറെ ആരുമല്ല, എന്റെ പെങ്ങളൊരുത്തി ഉണ്ടല്ലോ, ഗൗരി, അവളായിരുന്നു. ഗൗരി? പക്ഷെ ഇപ്പുറത്തെ മാധവേട്ടനാന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ചീത്ത വിളിച്ചത്. ചീത്ത വിളിച്ചോ? ആര് ചീത്ത വിളിച്ചു? എന്നെ ചീത്ത വിളിച്ചു എന്ന് അവള് പറഞ്ഞോ? ഏയ്, അവളൊന്നും പറഞ്ഞില്ല. അവള് ചീത്ത വിളിക്കാനും മടിക്കാത്തവളായതുകൊണ്ട് പറഞ്ഞതാ. എന്ത് ചെയ്യാം മാധവേട്ട, അവൾ എന്റെ പെങ്ങളായി പോയില്ലേ. പക്ഷെ ഒരു സമാധാനം മാത്രമേ എനിക്കുള്ളൂ. മാധവേട്ടൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുമല്ലോ, അതോടെ അവളെ സർവ്വ വെള്ളവും തീരും. പിന്നെ ലോകത്ത് മാധവേട്ടനെ മാത്രമേ അവൾക്ക് പേടിയുള്ളൂ. പോ. ഹലോ. പോയോ? നിന്നോട് ആരാടി ഈ നേരത്തെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞത്? അതിന് ഞാൻ അറിഞ്ഞോ മാധവേട്ടൻ അവിടെ ഉണ്ടാവുന്ന്? എന്നെ പിടുത്തം കിട്ടിയില്ലല്ലോ അല്ലേ? എങ്ങനെ പിടുത്തം കിട്ടും? ഏട്ടന്റെ പെങ്ങന്മാരെല്ലാം വലിയ പുണ്യവാളത്തികളാണെന്നല്ലേ ഏട്ടന്റെ വിചാരം. പിന്നെ എനിക്കൊരു വഷള് പെങ്ങളുണ്ടല്ലോ, അവളുടെ തലയെ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ വിളിച്ചതേ, നാളെ രാവിലെ മാധവേട്ടൻ തിരുവനന്തപുരത്തിന് പോവാ, സീതേച്ചിയുടെ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി. അപ്പോ ഞങ്ങളും ഗൗരിയെല്ലാം ചേർന്ന് നാളെ ഒരു പ്ലാൻ ഇട്ടിരിക്കുക, പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ. ബാലേട്ടന് വരണം. ഞാനില്ല, ആ പരിസരത്തേക്ക് പോലും ഞാൻ വരില്ല. നാളെ പ്രത്യേകിച്ച് വരില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ബാലേട്ടൻ വരണം. വരണം എന്ന് പറഞ്ഞാൽ വരണം വരണം വരണം. വന്നില്ലെങ്കിൽ ബാങ്കിൽ വന്ന് ഞാൻ വിളിച്ചിറക്കി കൊണ്ടുപോകും. കണ്ടോ? ഹലോ ഹലോ വെച്ച്. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇത്രയും ദൂരത്ത് തിരുവനന്തപുരത്ത് പോയിരിക്കണമെന്നും ആരോടും പറയണ്ട. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് എല്ലാരും വിചാരിച്ചോട്ടെ. അതുപോലെ ആ ഗൗരി എന്ന് പറഞ്ഞോളുണ്ടല്ലോ, അവളെ ഈ പരിസരത്ത് കേട്ടരുത് കേട്ടോ. അങ്ങോട്ട് നോക്കണോ? വണ്ടി മുമ്പോട്ടല്ലേ പോകും. മതി കയറിപ്പോയെ. സഹോദരിയുടെ കാമുകനെ വെട്ടിക്കൊന്നു. സഹോദരനെ കണ്ട് പേടിച്ചോടിയ കാമുകനെ സഹോദരൻ ഓട്ടിച്ചിട്ട് വെട്ടി. ഓരോരോ വാർത്തകൾ. ഒന്നുകിൽ പ്രേമിക്കുന്നവന് ധൈര്യം വേണം, അല്ലെങ്കിൽ സഹോദരന് ബോധം വേണം. ഇത് രണ്ടുമില്ലേ, എന്ത് ചെയ്യും? സഹോദരൻ, എന്റെ പാന്റ് എന്താ ഇത്? നല്ലോണം ഉണങ്ങിയിട്ടില്ലെന്നേ. ഇനി ഉണങ്ങാൻ നിന്നാലേ എന്റെ ശവത്തിലിടേണ്ടി വരും. ശവത്തിലോ? വന്നിറങ്ങുന്ന ഇതിന് ബാധപ്പെട്ട മലച്ച് നിൽക്കാതെ ചെന്ന് തടയി. ഞാൻ പുറവശത്തോട് രക്ഷപ്പെടാൻ നോക്കാം. ചെല്ല്. ദൈവമേ, കുന്തം. ഒന്ന് വേഗം വാ.
ഇതെന്താ ഒച്ചനക്കൊന്നും ഇല്ലാത്തത്? ആരും ഇല്ല ഇവിടെ? എവിടെ പോയി എല്ലാരും? ഞങ്ങളിവിടെ ഉണ്ട് ഏട്ടാ. ആഹാ, എല്ലാരും കൂടെ അകത്തിരുന്ന് പഠിക്കുകയായിരുന്നു. ഔ, ഇതാണ് എന്റെ കുട്ടികൾ. പുറത്തു നിന്ന് നോക്കിയാൽ നിങ്ങൾ ഇത്രയും പെൺകുട്ടികൾ ഇതിനകത്തുണ്ടായിരുന്നു എന്ന് ഒരുത്തനും പറയില്ല. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. അല്ലെങ്കിലും എനിക്കറിയാം, എന്റെ കുട്ടികൾ ഞാൻ പറയുന്നതിനപ്പുറം പോവില്ല. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാ എനിക്ക് പയ്യനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ടി വന്നില്ല. പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ കളക്ടറേറ്റില്. ഒരു കോൺഫറൻസിന് വേണ്ടി വന്നവൻ. പിന്നെ ഞാനും കുമാരേട്ടനും കൂടെ കളക്ടറേറ്റിൽ പോയി അവനെ കണ്ട് പരിചയപ്പെട്ടു, സംസാരിച്ചിട്ടാ വരുന്നേ. പയ്യൻ എങ്ങനെയുണ്ടെന്ന് ആർക്കും അറിയണ്ടേ? എന്താ കേട്ടോ, ഇന്ന് എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് നമ്മളെല്ലാവരും കൂടെ പുറത്തു പോകുന്നു. രാത്രി ഭക്ഷണം പുറത്തു നിന്ന് എവിടെന്നെങ്കിലും കഴിക്കുന്നു. ഇതാ, ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വാങ്ങിയതാ. പോയി ഡ്രസ്സൊക്കെ ഇടുന്ന എല്ലാവരും ഒന്ന് വേഗം വന്ന് ഞാനൊന്ന് കാണട്ടെ. വേണ്ട വേണ്ട, ഇനി അതിനകത്തൊന്നും പോയി ഡ്രസ് മാറണ്ട. എന്താ എന്താ നിനക്ക് വന്നപ്പോ ഒരു മാതിരി? ചെല്ല്, ചെന്ന് വേഗം ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടു വാ. എന്താ എല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ചെല്ലേ.